സോ ഹലോ ഗൈസ്, വെൽക്കം ടു കോക്കോ ബോസ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ പാർട്ട് 2 വീഡിയോ ആണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ന്യൂ മിഷൻ നമ്മളുടെ. അപ്പം നമ്മൾ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഒന്നിച്ചായിട്ടുള്ളൊരു കൺട്രി, ഒരു സീക്രട്ട് കൺട്രി, അവിടെ നമ്മളിപ്പം എത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടി. അപ്പം അവൻ്റെ ഫ്രണ്ട് മറ്റേ സുധാകരൻ സാറിൻ്റെ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം അന്വേഷിക്കാൻ പോവണം. ബട്ട് ആ വീഡിയോ കാണാത്തവർ പോയി കാണുക, ഇല്ലെങ്കിൽ ഒരു സാധനം മനസ്സിലാവില്ല ഈ വീഡിയോയിലുള്ള. അപ്പം ആ വീഡിയോ പോയി കാണുക. ഈ വീഡിയോ മീൻസ് ആ വീഡിയോ കണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ ഇടാൻ. ആ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അത് പറഞ്ഞില്ല വേണ്ട. സോ സ്പോയിലറാവും അങ്ങനെ ചെയ്താൽ. മീൻസ് എൻ്റെ ആ ഒരു വീഡിയോ, ആദ്യത്തെ ആ ന്യൂ മിഷൻ വീഡിയോ കാണണം. എന്നെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, ആ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പം ഒന്നും മനസ്സിലാവില്ല, ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഈ വീഡിയോ മീൻസ് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഒരു സാധനം മനസ്സിലാവില്ല. സോ ആ വീഡിയോ കണ്ടവർ ഈ വീഡിയോ കാണാം. സോ നമ്മളാണെങ്കിൽ ഇപ്പം കയറിയിട്ട് എന്തിനാ ഇറങ്ങിയെന്നറിയോ? ഒരു കാര്യം പറഞ്ഞു. മാസ്ക് ഇത് ബോംബെ കേട്ടോ, പക്ഷേ ആ സീക്രട്ട് സിറ്റിയാ. ഇനി ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്താൽ അത് മതി. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല കിഞ്ചോ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഈശി പൂസി എൻ്റെ പൊന്നോ. സോ നമ്മളാണെങ്കിൽ നമ്മുടെ ആ കാർ തന്നെ പോയിട്ടുണ്ട്, കുളമായിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ അവരുടെ ഇപ്പം നമ്മളുടെ കയ്യിലൊരു പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നു, അത് ട്രാക്ക് ചെയ്തിട്ട് ഞാനിപ്പം ഇവിടെയൊക്കെയാണ് വന്നത്. ആ സാധനം ട്രാക്ക് ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറ്റിയേ? അവിടെ ചവിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും റീസ്പോൺ ആയി ഗൈസ്. ഇവിടെ നമ്മളിനി സൂക്ഷിക്കണം, ഒന്നും കൂടി സൂക്ഷിക്കണം ഗൈസ്. നമ്മൾ ഇവിടെ വീണ്ടും അപകടങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മളിവിടെ ആദ്യമായിട്ടാണല്ലോ വരണേ. ഓക്കെ ഗൈസ്, അപ്പം ഇവിടുന്ന് ഇങ്ങനെ നേരത്തെ പോലെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ വാടക വീട്. എനിക്ക് നമ്മളുടെ വീട് ഇഷ്ടമായിരുന്നല്ലോ, നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലത്തെ വീട് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലത്തെ കാർ. ഓക്കെ ഗൈസ്, സോ ലൊക്കേഷൻ ആ ഡോൾഫിൻ്റെ ഇവിടെ ഇട്ടാണ് കാണിക്കണത്. എൻ്റെ പൊന്നൊന്നും നിർത്തടാ. ബട്ട് ഇവരെന്താ ജാപ്പനീസ് മീൻസ് കൊറിയൻ ഭാഷയിൽ എഴുതാത്തതെന്ന് ഞാൻ ആലോചിക്കണം. അതാട്ടോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ കയറാം. യുഹു ചടുങ്കുതിര. പക്ഷേ എന്തോടാ, ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ ഇൻവിസിബിളായിട്ടാണ് ഇരിക്കുന്നത്. ഈശ്വരൻ്റെ പൊന്നു, എന്താ ചെയ്യാ? ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നു കേരള ഒന്ന് കയറട മോനൂസേ. ബേബി എടാ സൈഡിലോട്ട് പോലെടാ പ്ലീസ് ഡാ. സൈഡിലോട്ട് പോലെടാ മോനൂസേ. എങ്ങോട്ടാണ് പോണേ? സൈഡിലോട്ട് പോലെ. പക്ഷെ എൻ്റെ പൊന്നു ഭാഗ്യം, എവിടെയോ ഒരു സിഗ്നൽ കിട്ടി. ഇനി ഇവിടെ വല്ല ക്ലൂസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. സോ അതൊന്ന് നോക്കണം നമുക്ക്. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ ഒന്ന് കയറട മോനൂസേ.
ആ ബെസ്റ്റ് പൊട്ടങ്ങണപ്പൻ. എടാ ഇങ്ങോട്ട് വരെ നീ ചാവൂലടാ. ദൈവമേ തല ഇടിച്ച് വീണുണ്ട്. എനിക്കൊരു പെൻഡ്രൈവ് കിട്ടണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിപ്പാണെങ്കിലും വേണം. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണമല്ലോ. ഇത് ഇപ്പം എവിടെ ഉണ്ടാവും? കിട്ടി ഗൈസ്, കിട്ടി. പെൻഡ്രൈവ് കിട്ടി ഗൈസ്. പെൻഡ്രൈവ് ബട്ട് ഇവിടെ ഡോൾഫിനൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ ഓഫ് ഡേ ആണെന്ന്. മീൻസ് ഇന്ന് സൺഡേ ആണല്ലോ. പക്ഷെ എൻ്റെ പൊന്നും മോനൂസേ, മര്യാദയ്ക്ക് ഇറങ്ങ്. എന്തോ നാട് ഇത്? എൻ്റെ പൊന്നോ, മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ല. നമ്മുടെ കയ്യിലൊരു മാജിക് ഫോൺ ഉണ്ട്, അതിൽ നിന്ന് എന്തടിച്ചാലും നമുക്ക് കിട്ടും. അപ്പം ഇവിടെ ഞാനാണെങ്കിൽ എനിക്ക് ഹെൽത്ത് വിടാൻ 912. സോ ഗൈസ്, അപ്പം എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് കൂടിയിട്ടുണ്ട്. ഇൻഫിനിറ്റി ഹെൽത്ത് കൂടില്ല. ബട്ട് നമ്മളിനി മരിക്കത്തില്ല. വെടികൊള്ളാണ്ട് ഇടിച്ചാലോ വീണാലോ ഒന്നും നമ്മുടെ ലൈഫ് കുറയില്ല എന്ന് ഉറപ്പാണ്. ദെൻ നമ്മളിനി ഇവിടെ എങ്ങോട്ടൊക്കെ പോകാനാണ് ഗൈസ്. ഇതാ നമ്മളുടെ വീട് ഗൈസ്. ഇനി ഇതൊന്നും നമുക്ക് വീട്ടിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ഇതാവണം. അത് സിസ്റ്റം ഹാക്ക് ചെയ്യണം ഗൈസ്. ആ സിസ്റ്റം ഹാക്ക് ചെയ്യണമെങ്കിൽ ഒരു സാധനം മനസ്സിലാകത്തില്ല. വണ്ടിയുടെ ഡ്രിഫ്റ്റിംഗ് ഉണ്ടോ ഗൈസ്? നല്ല ക്ഷീണം. ഒന്ന് കുളിക്കട്ടെ. പിന്നെ നമ്മളാണെങ്കിൽ നമ്മളുടെ ഫോണിൽ ഒരു അപ്ഗ്രേഡേഷൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് വരെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാസ്ക് ഇങ്ങനെയാണ് എനിക്ക് മാസ്ക് അങ്ങനെ വെക്കുന്നത്. കമ്പ്യൂട്ടർ